ഇനി നമ്മൾ സൂറത്ത് യാസീനിലേക്ക് വരികയാണ്. സൂറത്ത് യാസീൻ, അതിൻ്റെ പ്രസിദ്ധമായ പേര് യാസീൻ എന്ന് തന്നെയാണ്. പക്ഷേ ചിലർ ഇതിന് സൂറത്ത് ഹബീബുൻ നജ്ജാർ എന്ന് പേര് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഹബീബുൻ നജ്ജാർ ചില തഫ്സീറുകളിൽ. കാരണം ഈ ഹബീബുൻ നജ്ജാറിനെ കുറിച്ച് എവിടെ പറയുന്നുണ്ട്? ഈ സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്. അതെവിടെ പറയുന്നത്? ഹബീബുൻ നജ്ജാറിനെ കുറിച്ച് വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നസഹ ഖൗമഹു ഹയ്യൻ വ മയ്യിതൻ എന്നാണ്. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചപ്പോഴും തൻ്റെ സമൂഹത്തിന് ഗുണകാംക്ഷിയായി വർത്തിച്ചു എന്നാണ്. അയാൾ കൊല്ലപ്പെട്ടു, പക്ഷേ കൊല്ലപ്പെട്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ ജനതയ്ക്ക് അദ്ദേഹം ഗുണകാംക്ഷിയായി വർത്തിച്ചു എന്നാണ്. അതെന്താ? അദ്ദേഹത്തെ കൊന്നു കെട്ടി തൂക്കി ശത്രുക്കൾ. പക്ഷെ അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട് ആദരിക്കപ്പെട്ടത് മരണാനന്തരം അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അത് മരണാനന്തരം അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ ഒരു അഭിലാഷമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വചനാക്കിയിട്ട് ഇറക്കി. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞു യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ജനതയെ ഉപദേശിച്ചു. മരിച്ചതിന് ശേഷവും യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചപ്പോഴും അദ്ദേഹം ഉപദേശിയായി ഗുണകാംക്ഷിയായി വർത്തിച്ചു എന്ന നിലക്ക് പറയുന്നുണ്ട്. ഈ ഹബീബുൻ നജ്ജാറിനെ കുറിച്ചുള്ള പരാമർശം അതുകൊണ്ട് ചില തഫ്സീറുകളിൽ ഹദീസുകളിൽ വന്നിട്ടില്ല, സഹിയായിട്ട് വന്നിട്ടില്ല, ഹദീസുകളിൽ വന്നിട്ടില്ല. സൂറത്ത് യാസീൻ എന്നതുപോലെ തന്നെ സൂറത്ത് ഹബീബുൻ നജ്ജാർ എന്ന് പറഞ്ഞിട്ട് ചിലർ ഈ സൂറത്തിന് ഖൽബുൽ ഖുർആൻ, ഖുർആൻ്റെ ഖൽബാണ് എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ ചില ഹദീസുകൾ പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഹദീസുകൾ സൂറത്ത് യാസീൻ്റെ വിഷയത്തിൽ, മഹത്വത്തിൻ്റെ വിഷയത്തിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രാമാണികർ പറയുന്നത്. ഒരു ഹദീസിൽ പറയുന്നത് മാഖിൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു ഹദീസിൽ, ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ സൂറത്തുൽ ബഖറ സിനാമുൽ ഖുർആൻ, സൂറത്തുൽ ബഖറ സിനാമുൽ ഖുർആൻ അല്ലെങ്കിൽ ഇന്ന സൂറത്തുൽ ബഖറ സിനാമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ്റെ സിനാമാണ് സൂറത്തുൽ ബഖറ. സിനാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ ഉയർന്ന സ്ഥലം, പൂഞ്ഞ എന്നൊക്കെ ഉള്ളതിനാണ് പറയാം. പിന്നെ സൂറത്തുൽ ബഖറയുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേകതകൾ പറയുന്നുണ്ട്. അതിലെ ഓരോ ആയത്തിറങ്ങുമ്പോഴും 80 മലക്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നെ അതിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ആയത്ത് അർഷിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. പിന്നെ അത് സൂറത്തുൽ ബഖറയിലേക്ക് ചേർക്കപ്പെട്ടതാണൊക്കെ ഈ മഖലിൻ്റെ റിപ്പോർട്ടുള്ളതാണ്. എന്നിട്ട് അതിൽ പറയുന്നുണ്ട് വസൂറത്തു യാസീൻ ഖൽബുൽ ഖുർആൻ, വസൂറത്തു യാസീൻ ഖൽബുൽ ഖുർആൻ, യാസീൻ സൂറത്ത് ഖുർആൻ്റെ ഖൽബാകുന്നു. പിന്നെ ലം യഖ്റഅഹ റജുലുൻ യുരീദുല്ലാഹ വദ്ദാറൽ ആഖിറ ഇല്ലാ ഗുഫിറ ലഹു ഫഖ്റഊ അലാ മൗതാകും. അള്ളാഹുവിൻ്റെ അന്ത്യനാളിനെയും ഉദ്ദേശിച്ച് ആരെങ്കിലും സൂറത്തുൽ യാസീൻ ഓതുകയാണ് എങ്കിൽ ഗുഫിറ ലഹു, അവന് പൊറുക്കപ്പെടും. ഗുഫിറ ലഹു. എന്നിട്ട് ഫഖ്റഊഹ അലാ മൗതാകും, ഫഖ്റഊഹ അലാ മൗതാകും, നിങ്ങളിൽ നിന്ന് മരണമാസന്നമായവർക്ക് നിങ്ങൾ യാസീൻ ഓതി കൊടുക്കുക എന്ന്, മരണം ആസന്നമായവർക്ക് നിങ്ങൾ യാസീൻ ഓതുക എന്ന് പറയുന്ന റിപ്പോർട്ട്. മാഖിൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇതിൻ്റെ വേറെയും പ്രയോഗങ്ങളിൽ ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസ് ദുർബലാണ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇതേപോലെ ഒരു ഹദീസ് ഉണ്ട് ഉദ്ധരിക്കുന്നത്. അനസിൽ നിന്നുള്ള ഹദീസിൽ ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബ വഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ, ഓരോന്നിനും ഒരു ഖൽബുണ്ട്, ഓരോ വസ്തുവിനും. ഖുർആൻ്റെ ഖൽബാണ് സൂറത്ത് യാസീൻ, ഖുർആൻ്റെ ഖൽബാണ് സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട്. എന്നിട്ട് പിന്നെ അതിൽ പറയുന്നത് മൻ ഖറഅ സൂറത്ത് യാസീൻ, ഒരാൾ സൂറത്ത് യാസീൻ ഓതുകയാണ് എങ്കിൽ അത് വിശുദ്ധ ഖുർആൻ മുഴുവൻ 10 തവണ ഓതിയതിന് തുല്യമാണ് എന്നർത്ഥത്തിൽ. ഒരാൾ സൂറത്ത് യാസീൻ ഓതിയിട്ടുണ്ടെങ്കിൽ സൂറത്ത് ഖുർആൻ മുഴുവൻ 10 തവണ ഓതിയതിന് അത് തുല്യമാണ് എന്ന അർത്ഥത്തിൽ ഒരു റിപ്പോർട്ടുണ്ട് അനസിൽ നിന്ന്. അതും ദുർബലമാണ്, സഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ല. ഇമാം അദ്ദാറഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു സൂറത്ത് യാസീൻ്റെ മഹത്വം ഘോഷിക്കുന്ന ഒരൊറ്റ ഹദീസും സഹിയായി വന്നിട്ടില്ല. ഇബ്നുൽ അറബിയും ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഹദീസുഹാ കുല്ലുഹാ ദഈഫ്, യാസീൻ്റെ വിഷയത്തിൽ വന്ന ഹദീസൊക്കെ ദുർബലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖൽബുൽ ഖുർആൻ എന്ന പേര് ചിലർ യാസീന് പറഞ്ഞിട്ടുണ്ട്. അതിനവർ കൂട്ടുപിടിക്കുന്ന തെളിവാണ് എന്ത് ഈ മാഖിലിൻ്റെ ഹദീസും ഈ അനസിൻ്റെ ഹദീസൊക്കെ റളിയല്ലാഹു അൻഹുമ.
പക്ഷേ ഹദീസുകൾ എന്തെല്ലാം വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷേ തഫ്സീറുകൾ ഇങ്ങനെ ഈ പേരുകൾ വന്നത് ഞാനിങ്ങനെ അനുസ്മരിച്ചു എന്ന് മാത്രം. ഹബീബുൻ നജ്ജാർ, അതേപോലെ തന്നെ ഖൽബുൽ ഖുർആൻ, ഇങ്ങനെയുള്ള ചില പേരുകൾ.